ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ദ കൊമിക് റീൽസ്. ഹ്യൂഗ് ജാക്കിന്റെ വൂൾവറിൻ ഇപ്പോൾ എംസിയിൽ നിന്ന് പോകാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു. അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് കഴിഞ്ഞാലും അദ്ദേഹം ഉണ്ടാകും എന്ന് റിപ്പോർട്ട്സ് ഉണ്ട്. പുതിയ അപ്ഡേറ്റ്സ് പ്രകാരം മാർവൽ ഹ്യൂഗ് ജാക്ക്മാനെയും പല MCU പ്രൊജക്ട്സിൽ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഈ ഡിസിഷൻ MCUയുടെ മൾട്ടിവേഴ്സ് റീസെറ്റിന് ശേഷം വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നു. പുതിയ എക്സ്മെൻ ടീം, പുതിയ സൈക്ലോപ്സ്, ജീൻ ഗ്രേ, പ്രൊഫസർ എക്സ് ഒക്കെ വരും. പക്ഷേ വൂൾവറിന് 2 വേർഷനായിട്ട് ഉണ്ടാകും എന്ന് തോന്നുന്നു. ഒരു ഹ്യൂഗ് ജാക്ക്മാന്റെ ഓൾഡ് വേർഷൻ, മറ്റൊരു യങ് വേർഷൻ. ഇതുപോലെ തോറും സ്പൈഡർമാനും നടക്കും. അവരുടെ വേറെ യൂണിവേഴ്സ് ഫ്രാഗ്മെന്റ്സ് കമ്പൈൻ ചെയ്ത് ബാറ്റിൽ വേൾഡ് പോലെ ഒരു ലോകമുണ്ടാക്കും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും സീക്രട്ട് വാർസിനും ശേഷം. ഈ കോൺസെപ്റ്റ് കോമിക്സിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടിയതാണ്. മൾട്ടിവേഴ്സ് ഡിസ്ട്രോയ് ചെയ്ത് റെമനന്റ് യൂണിവേഴ്സുകൾ ഒരുമിച്ച് ഒരു ലോകം ഉണ്ടാക്കുക എന്ന ഐഡിയ മാർവൽ ഇപ്പോൾ MCU ടെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ഐഡിയ വലിയ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നു. ആരൊക്കെ ഹ്യൂഗ് ജാക്കിനെ വോൾവറിനായി റീപ്ലേസ് ചെയ്യാൻ കഴിയും? 20 വർഷമായി അദ്ദേഹം വോൾവറിനായി ഫാൻസിന്റെ മനസ്സിൽ കൂടിയിട്ട്. ജെയിംസ് മെക്കാവേ പറഞ്ഞതുപോലെ നോ വൺ ക്യാൻ റീപ്ലേസ് ഹിം. മാർവൽ ഇതിനെ മനസ്സിലാക്കി ഒരു യങ്ങർ വോൾവറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞാലും ഹ്യൂഗ് ജാക്ക് ഇനിയും 5 മുതൽ 10 വർഷം മെയിൻ ആയി വെക്കുക തന്നെ ചെയ്യും. തോറും സ്പൈഡർമാനും കണ്ടിന്യൂ ചെയ്യും. അയൺമാനും ക്യാപ്റ്റൻ അമേരിക്കയും റീകാസ്റ്റ് ചെയ്യുമെന്ന് കെവിൻ ഫെയ്ഗെ പറഞ്ഞിട്ടുണ്ട്. ഈ മിക്സ് സിസ്റ്റം മാർവലിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കും. ഓൾഡ് ആക്ടേഴ്സ് സ്റ്റേജ് ചെയ്യും, പുതിയ ഫേസസും വരും. ഫാൻസിനും ന്യൂ ഓഡിയൻസിനും ഈക്വൽ അട്രാക്ഷൻ കിട്ടും. ക്രിസ് ഹെംസ്വർത്തിന്റെ തോർ ഇപ്പോൾ ഓഡിൻ പോലെ മെച്യൂർ റോൾ എടുക്കും എന്ന എക്സ്പെക്ടേഷൻ ഉണ്ട്. കിങ് തോർ സ്റ്റോറി വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ കൂടാതെ മാർവൽ സൂപ്പർനാച്ചുറൽ സൈഡിലും ബിൽഡ് ചെയ്യുന്നു. മിഡ്നൈറ്റ് സൺസ് എന്ന ടീം സീക്രട്ട് വാർസ് കഴിഞ്ഞു MCUയിൽ വരും. ഈ ടീം ഗോസ്റ്റ് റൈഡും ബ്ലേഡും പോലെ ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യും. മഹർഷാല അലിയും മില ഗോത്തും ഇനിയും ബ്ലേഡ് മൂവിൽ ഉണ്ട്. പക്ഷെ മാർവൽ ഇതിനെ പുഷ് ചെയ്ത് ഡിലേ ചെയ്യുന്നു ബിക്കോസ് അവർ പെർഫെക്റ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നു. റൂമേഴ്സ് പറയുന്നു ഗോസ്റ്റ് റൈഡർ ആണ് ടീമിന്റെ ലീഡർ ആവുക എന്ന്, ബ്ലേഡ് അല്ല. അവഞ്ചേഴ്സ് ഡൂംസിൽ ഗോസ്റ്റ് റൈഡർ ഒരു ക്യാമിയോ ചെയ്യുമെന്ന് സജഷൻ ഉണ്ട്. ശേഷം MCUയിൽ ഒഫീഷ്യലായി ജോയിൻ ചെയ്യും. കിയാനു റീവ്സ്, റയാൻ ഗോസ്ലിംഗ്, നോർമൻ റീഡീസ് ഒക്കെ ഗോസ്റ്റ് റൈഡറിന്റെ റൂമർ കാൻഡിഡേറ്റ്സ് ആണ്. ഓവറോൾ മാർവലിന് സീക്രട്ട് വാർസിന് ശേഷമുള്ള പ്ലാൻ വലിയ ബോൾഡാണ്. മൾട്ടിവേഴ്സിൽ നിന്ന് ലെഗസി ക്യാരക്ടേഴ്സും പുതിയ ഹീറോസും കൂടി ഡാർക്കർ സൂപ്പർനാച്ചുറൽ ടീംസും ആഡ് ചെയ്ത് MCUയുടെ പുതിയ ഫേസ് ഒരു ഗ്രാൻഡ് യൂണിവേഴ്സ് ആക്കാൻ മാർവൽ റെഡിയായി. സോ ഈ പുതിയ അപ്ഡേറ്റ്സ് പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സോ അണ്ടർ ദ നെക്സ്റ്റ് റീലോഡ്സ് സ്റ്റേ റീൽ വിത്ത് അസ്.